ഹലോ ഏട്ടാ സുഖാണോ? ഞാൻ ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിന്ന് വാങ്ങി അന്ന് വീട്ടിൽ വെച്ചില്ല. ഞാൻ പാലത്തിൻ്റെ മുകളിലുള്ളത്. പിന്നെ മാതളമ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമാണ്. മാതളമേ ഏട്ടാ ഞാൻ പിന്നെ വിളിക്കാം, ഒരു മിനിറ്റ് 10 ടൈം വിളിക്കാം. എന്താ ബിജു അത്യാവശ്യം കാണുമെന്ന് പറഞ്ഞേ? എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്തേ? അതായത് ആ ഉണക്കത്തോളം തറവാടുന്ന് പോകുന്നില്ലടോ. ആര്? അളിയൻ കോലുവാലേ. അപ്പൊ ശോഭിച്ചോ? ഏച്ചി പോയിട്ടുണ്ടെങ്കിൽ 2 ആഴ്ചയായി. ഇയാളെന്താണ് പെണ്ണുങ്ങളില്ലാതെ ഭാര്യ വിട്ട് കടന്ന് തിരിഞ്ഞു കളിക്കുന്നത്? അതാണ് എന്റെ പ്രശ്നം. അല്ലടാ അവിടെ പശുക്കളൊക്കെ ഉള്ളല്ലേ, ചിലപ്പോ ആദ്യമൊക്കെ മുമ്പത്തി നേരത്തെ പോയിണ്ടാവുക. ആരെ പശുക്കള് എന്ത് പശുക്കള് ഒക്കത്തിന് അയാൾ വിറ്റാലിടോ. ബാലേട്ടനാ? അല്ല ഇത്രയും പേര് കേട്ടോ തറവാട്ട് നിന്നിട്ട് പെങ്ങളെ ഈ വടോപ്പിളിക്കാണല്ലോ കെട്ടിച്ചു കൊടുത്ത്. ഒന്നും പറയണ്ട ബിജു, പറ്റിപ്പോയതാ. ബ്രോക്കർ പണി തന്നാടോ. ചേച്ചീനെ കെട്ടിച്ചു കൊടുക്കുമ്പോ എത്ര പൊന്നും പണം ഞങ്ങൾ കൊടുത്തിക്കുന്ന അറിയോ? ഈ ലക്ഷണം കൊട്ടാൻ ഒറ്റ കൊല്ലം കൂടെ ഒക്കെ നശിപ്പിച്ചാടോ. ഈ സ്വർണ്ണമൊക്കെ ബാങ്കിൽ വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പറ്റാണ്ട് ഈ ഒരൊറ്റ കാര്യത്തിലാണ് എനിക്ക് അയാളോട് ദേഷ്യം പിടിക്കുന്നത്. എന്തൊരു കഷ്ടാണ് നോക്കേ. എടാ സദാന്തേട്ടൻ വീട്ടിലുണ്ടെങ്കിലേ 2 ദിവസത്ത് കൂടുതൽ അയാൾ തറവാട്ടിൽ നിൽക്കൂല. ബിജോ സാധാരണ ഇല്ലാത്തോണ്ടിരിക്കും ചിലപ്പോ അളിയ തറവാട്ടിൽ നിൽക്കണേ, കാരണം അനക്കൊരു കൂട്ടാവല്ലോ. നല്ല കൂട്ടാ. എടാ അയാള് നമ്പർ 1 ഫ്രോഡാ. എന്നോട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഞങ്ങളെ സ്വത്തിലെ അയാളെ കണ്ണുന്ന്. അങ്ങനെ വരട്ടെ. മാത്രല്ല പാലക്കാട്ട് ഇളയമല്ലേ. ആര്? മാതളേമ? മാതളേമ. ആയമേ ഈ ജന്തു നല്ല കമ്പനിയാ, നല്ല കമ്പനിയാ. കഴിഞ്ഞ ആഴ്ച ഇയാള് വില്ലേജ് ഓഫീസിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടതാ. മാത്രല്ല ഏട്ടൻ ആധാരം വെച്ച റൂമില്ലേ, അതിന്റെ അടുത്തുനിന്ന് അയാളെ തിരിഞ്ഞു കളി. അവിടെ എനിക്ക് ഡൗട്ട് അടിച്ചു. ഇത് കളി വേറെയാണ് സൂര്യ. എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട്. ഇയാൾ എത്രയും പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കണം. അതിന് സിമ്പിൾ അല്ലേ ബിജോ? മുപ്പര് കോലാലേക്ക് കാണിക്കല് അവിടെ പോയിക്കോളൂ. അങ്ങനെയൊന്നും അയാൾ പോകൂലടാ. ഇന്നൊരൊറ്റ പണിയുള്ളൂ, ചാക്കിക്കടേരി പാണ്ടിലോറ് മുകളിട്ടാതി ഇങ്ങോട്ട് പോയിക്കോളും. അങ്ങനെയൊന്നും അല്ല, ഇയാളെ ഇന്ത്യ രാജ്യത്ത് നിന്ന് പുറത്താക്കണം. ഒരൊറ്റ വഴിയുള്ളൂ, മൂപ്പര മൈസൂർ ബാംഗ്ലൂരിൽ വിട്ടാൽ മതി. മൈസൂരേക്ക് വിടാം. അതെ, അതാകുമ്പോ ഇന്ത്യക്ക് പുറത്താണല്ലോ. പൊളി. ഒറ്റ അടിയും വെച്ചിരുന്നേ. എടാ അതൊക്കെ ഇന്ത്യക്ക് അകത്താണോ. ഇത് അതൊന്നും അല്ലാത്തൊരു സ്ഥലത്തേക്ക് കടത്തി വിടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റഷ്യയിലേക്ക് ഉഗാണ്ടയിലേക്ക് വിട്ടാലോ? അതാ ഞാൻ പറഞ്ഞത്. അയാളെ വിദേശത്തേക്ക് അയക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചതും എന്നെ വിളിപ്പിച്ചതും അതുകൊണ്ടാ. അല്ല മൂപ്പർക്ക് മറ്റേ ഉണ്ടോ? എന്ത് ലൈസൻസോ? ആന്ന് മറ്റേ ഗൾഫ് പോണ ആധാർ, പാസ്പോർട്ടോ? അതന്നെ ഞാൻ ഉദ്ദേശിച്ച പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലേ. ഇനിയിപ്പോ അഥവാ ഗൾഫിലേക്കാണ് പറഞ്ഞേക്കുന്നെങ്കിൽ അയാള് ജോലി ഒന്നും കിട്ടാണ്ട് തെണ്ടി തിരിഞ്ഞ് അറബി പിടിച്ച് ജയിലിടണോ? അങ്ങനത്തെ വിസയ്ക്കാണ് അയാൾ പോകേണ്ടത്. ചുരുക്കം പറഞ്ഞാല് മൂപ്പർ ഗൾഫ് കൊണ്ടുപോകണോ, ജയിലിടണോ, പണി ഉണ്ടാവരുത്. അത് തന്നെ. അതിന് പറ്റിയ ആളെ നമ്മളെ മൈക്ക് മജീദാ. ഓന്റെ അളി എന്നാലാണ് മസ്കറ്റ് നിന്ന് വന്ന് ആള് ഇത്തിരി തരികടയാ. എനിക്കറിയാ. തിരുപ്പൻ ചെമ്പാറല്ലേ? തിരുപ്പനാണോ കുരുപ്പനാണോ എനിക്കറിയില്ല. മൂപ്പർ ഇവിടുന്ന് കുറെ ആള് ഗൾഫ് കൊണ്ടുപോയിണ്ട്, ഒരൊറ്റൊന്നും തിരിച്ചു വന്നില്ല. അത് മാത്രല്ല മൂപ്പർക്ക് ബോംബെയിൽ എന്തൊരു ചൊറുണ്ട്. ചൊറയാ? ആന്ന് മറ്റേ ടീമായിട്ട്. അതോലൊക്കെ ബന്ധടോ. അതന്നെ ഞാൻ പറയാൻ വന്നേ. എന്നൊരു കാര്യം ചെയ്യും, ബിജു പോയി സുഖാര്യം കിടന്നുറങ്ങിക്കോ. ഞാൻ ഇപ്പൊ പോണ മജീദിന്റെ വീട്ടിലാ. ഞാൻ മജീദിന്റെ അളിയും കണ്ട് കാര്യങ്ങൾ സംസാരിക്കട്ടെ. ഇവരാരും 10 മണിക്ക് കാണാം. ഓക്കണം, 10 മണിക്ക് കാണാം. ഹലോ ഏട്ടാ, മാതളേമ്മന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം. വലിയ ചൊറയായി. അല്ല ബിജു, രാവിലെ അമ്പലത്തിലൊക്കെ പോയിക്കില്ലേ? അമ്പലത്തിലൊക്കെ പോയി. എനിക്ക് ഇന്നലെ രാത്രി എന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോഴേ മനസ്സിന്ന് കുറേ ടെൻഷൻ ഒഴിവായി. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി. സുഖല്ലേ? വഴിപാടൊക്കെ കഴിച്ചു. എടാ 10 മണിക്കല്ലോ വരും എന്ന് പറഞ്ഞ 11 മണിയായി. 11 മണി? വരും, വരാക്കൂല. അത് വരുന്ന. അതെ, അതെ ഞാൻ പറഞ്ഞ പാർട്ടി കേട്ടോ. ഇവരാണല്ലേ? ബിജോ, ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ? ഇല്ലല്ല, ഞങ്ങളാ വൈകിയ. നിങ്ങൾ നേരത്തെ വേഗം വരി. നിങ്ങള് ബിജു സാധാരണ തന്നെയാ. ഏട്ടനെ അറിയോ? നമ്മള് പഴയ കമ്പനിക്കാരനാടോ. അതെയാ, എന്നാ കാര്യങ്ങൾ എളുപ്പമായിട്ടോ. പിന്നെ മജീദ് എന്തായി? അല്ല, ബാലേട്ടന്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയോ? പാസ്പോർട്ട് നാളെ വരും, ഏച്ചീനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ബാലിന്റെ കാര്യത്തിൽ അത്ര റേഞ്ച് വേണ്ടെന്നല്ലേ? ബാലൻ മൂപ്പര അളിയനാന്ന്. നിങ്ങൾ അളിയനില്ലേ? എന്നാലും റേഞ്ച് വേണ്ട. അപ്പൊ ലോക്കൽ സെറ്റപ്പ് മതി. അളിയാ, പരമാവധി താഴോട്ട് പോയിക്കോട്ടെ. എന്ത് താഴോട്ട് പോയിക്കോട്ടെ? ഇവരെന്താ ഉദ്ദേശിക്കണെന്ന് അറിയോ? നിങ്ങൾ പണ്ട് ഉരുവില് കുറച്ച് ആളുകൾ ഗൾഫ് കൊണ്ടില്ലായിരുന്നോ? എന്നിട്ട് അവരൊക്കെ അവിടെ പെട്ട് നിങ്ങൾ പെടുന്നത് ജയിലിൽ
ആ സെറ്റപ്പ്. നിങ്ങളെ ഒന്നും ഇങ്ങോട്ട് വരി. ബോംബെയിലെ ഉഡായിപ്പ് ടീമാണ് വിസ ശരിയാക്കുന്നത്. കൈവിട്ട കളിയാണ്. ചിലപ്പോൾ ആള് തിരിച്ചു വന്നില്ലാന്നും വരും. തിരിച്ചു വരണമെന്നില്ല. ആ പിന്നെ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്, കുറച്ച് ചിക്കിളിയാവും. ഇന്റെ ജബ്ബാർക്ക് അതൊന്നും പ്രശ്നമല്ല. ദൈവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ബിജോ നിന്റെ ആളിയനായതുകൊണ്ട് പറയല്ല, ഇത് കുരുട്ട് ബുദ്ധിൽ അഗ്ര കണ്യനാ. നമ്മളെ ബാലേട്ടുണ്ടല്ലോ, ഈ ദുനിയാവിൽ തന്നെ ഉണ്ടാവോന്ന് പറയാൻ പറ്റില്ല. അമ്മാരത്തെ കാര്യങ്ങൾ മുമ്പേ കയ്യിലുണ്ട്. മതി, എനിക്കത് മതി. ഇതെങ്ങനെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതി. അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട. അത് ഞാനും അളിയന് ശരിയാക്കി തരും അല്ലേ അളിയാ? ഞാനോ? അല്ല ഞാൻ ഒറ്റക്ക് അള്ളാണേ, ഞാൻ ശരിയാക്കി തരാം. ജബ്ബാർക്ക, ആ ഇതിപ്പോ എന്നേക്ക് ശരിയാവും? ഇന്നിപ്പോ എത്ര ഡേറ്റ്? ഇന്ന് 2-ാം തീയതി. അപ്പൊ നമുക്ക് 20-ാം തീയതി ഉറപ്പിക്കാം. മതി. അത് പറ്റൂല. 20-ാം തീയതി അല്ലേ മറ്റേ ജമീലന്റെ മോള് നിക്കാത്. ബിരിയാണി വെക്കാല്ലേ? അത് മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങളാളെയും ബാലൻ 22-ാം തീയതി ദമാമിലേക്ക് എന്തേ വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. ആ പണ്ടാരം ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി. ഈ നാട്ടിലെ ഓലക്കമ്മല വെണ്ടക്ക ഗൾഫിലുണ്ടോ? ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ഗൾഫിലുണ്ടോ? ജിജോ, ബാലമോന് കുളിക്കാനുള്ള വെള്ളം കൂടെ കോരി വെച്ചേക്കെ. വൈകുന്നേരം പോവാൻ നേരത്തെ അവനൊരു കുടിയുണ്ട്, അതും ചൂടുവെള്ളത്തില്. അത് ഓന്റെ ഒരു നിർബന്ധം. കുളിച്ചോട്ടെ, ബാക്കി അറബി ആർന്ന് കുളിപ്പിച്ചോളൂ. അതെ, ഇറച്ചി മസാല കിട്ടിയില്ലല്ലോ വിജയോ? ഞാനിപ്പോ കൊണ്ടുതരാം. വേണ്ട 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 വേണ്ട, അന്റെ പണിയൊക്കെ തീർത്തിട്ട് പോയാ മതി. ഒരു തിരക്കും ഇല്ല. ഞാനേ എടുത്ത് കിണറ്റിൽ ആ വിജയോ, ആ സാമ്പാർ ഇപ്പൊ എന്തുണ്ടാവും? ഈ ഒന്ന് ഇറക്കി വെച്ചേക്ക്. എനിക്ക് അധികം പോകണ്ടൂടാ, ഞാൻ കറുത്തു. ഉയ്യിലേക്ക് എടുക്കാനായി അന്നേരം സൗന്ദര്യം നോക്കും. തള്ള രാവിലെ തന്നെ ഡൈയും ചെയ്ത് കുത്തിരിക്കുക. ഞാൻ എന്താ ഇവിടുത്തെ പണിക്കാരനോ? ഓനെ ഒറ്റയ്ക്ക് വിട്ടാൻ പറ്റൂല, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അയ്യ, ഇതൊന്നായിട്ട് വെന്ത് കലങ്ങിപ്പോയല്ലോ. അല്ലമ്മേ, നിങ്ങൾ ഏതാ തീക്കെടുത്തിന്ന് പറഞ്ഞത്? ആദ്യം കുത്തി കെടുത്തിക്കളാ. അല്ലടോ, ആ മജീദ് സൂര്യ ഏടെ പോയി കിടക്ക? അല്ല അവിടെ പെറ്റ് കിടക്കല്ലേറ്റിങ്ങള്. ബാലമോന്റെ കൊറേ സാധനങ്ങളുണ്ട് പാക്ക് ചെയ്യാൻ. വേണ്ട സമയത്ത് ഒരൊറ്റയിടത്തിനെ കാണൂല. എളമേ, ആദ്യമായിട്ട് ഇവിടുന്ന് ഒരാൾ ഗൾഫിൽ പോകുന്നു. ഭക്ഷണത്തിന് എത്ര ആളുണ്ടാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് കുറച്ചും കൂടി ഇല മുറിക്കാൻ അങ്ങോട്ട് പറഞ്ഞേച്ചു. നിങ്ങളെ ഒന്നങ്ങോട്ട് മാറി തക്കളി തൊക്കെ മാറി അങ്ങോട്ട് ഇറക്കി കിട്ടാന്ന്. അല്ലടാ, 20 18, 19, 20 ഓൾറെഡി. അന്നതർത്ഥം. പിന്നെ ഗൾഫിലെത്തിയ ബാലേട്ടന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയ. ഈ പറയുന്നത് കേട്ടിട്ടേ എനിക്ക് തോന്നുന്നു ബാലേട്ടൻ ജീവിതം നമ്മളെ ബെന്യാമിന്റെ ആട് ജീവിതം പോലെയാന്ന് തോന്നുന്നുണ്ട്. അതായിരിക്കൂല, ബെന്യാമിന്റെ ആട് ജീവിതമല്ല, ഈ പിണ്ണാക്ക് കിട്ടാത്ത ആടിന്റെ അവസ്ഥ അല്ലേ, അതായിരിക്കും. അതിനുള്ള പണിയൊക്കെ ആലയം ഗൾഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പണിയാണ് ചെയ്ത്? ചൂടുള്ള പാത്രം ഇറക്കി വെക്കും, തുണി വലിച്ചാലേ. അല്ലടോ, ഈ പാത്രം നിലത്ത് ഇറക്കി വെച്ചിരിക്കുന്നതല്ല ഞാൻ വിചാരിച്ചേ. ഇതിപ്പോ കരുതിക്കൂടി ആരെങ്കിലും ചെയ്യോ? അല്ലെങ്കിൽ എനിക്ക് പൊള്ളിയിട്ടൊന്നുമില്ലല്ലോ. പൊള്ളിയിലാണോ? അപ്പൊ പൊള്ളണ്ടില്ലേ? നിങ്ങളെ എന്തെങ്കിലും ദേഷ്യം പറഞ്ഞു തീർക്കണം, മനസ്സിലായോ? ഈ ഒച്ചട്ട് ആളെ പേടിപ്പിക്കല്ലേ? എന്തൊച്ചട്ട് ആളെ പേടിപ്പിക്കലാന്ന്? പേടിപ്പിച്ചങ്ങൾ എന്താക്കൂ? ആളെ പൊള്ളിക്കാൻ ചെറ്റ്. നിങ്ങൾ നല്ലൊരു ദിവസമായിട്ട് വർത്താണ്ടാക്കല്ലേ മാതെടുത്തിയ. എന്താണ് വിജയ പ്രശ്നം? സാമ്പാർ പാത്രം ഇറക്കിക്കുമ്പോ ഈ തള തുണി വലിച്ചാൽ ചെലക്കാണ്ട് പോടാർന്ന്. ആര് തുണി വലിച്ചെന്നാ? നിങ്ങൾ തുണി വലിച്ചില്ല? ഞാനോ? ഈ ചെലക്കാണ്ട് വെള്ളം കോരി നടക്കാൻ നോക്കണോ? ഇതിപ്പോ ആരാത് നെയ്യ് പൊരിച്ച കുപ്പായിട്ട് വരുന്നത്? ഹലോ, ഞാൻ അയ്യൂബ്. ഹരി പറഞ്ഞു വെച്ചിട്ട് വന്നാ. ഹരി പറഞ്ഞു വെച്ചിട്ട് വന്നല്ലേ? ഹരി എവിടെ പോയി? തിരുവനന്തപുരത്ത് മേയർക്ക് ഒരു കത്ത് കൊടുക്കാൻ പോയതാ. കത്ത് കൊടുക്കാനോ? അപ്പൊ അത് ദൂരെ കഴിഞ്ഞില്ലേ? ഇതാ മേയർക്കല്ല, വേറെ മേയർക്ക്. ഓ, അത് ശരി. പിന്നെ 11 മണിക്കാണ് ഫ്ലൈറ്റ്. പോകുന്ന ആൾ കുറച്ച് നേരത്തെ എയർപോർട്ടിൽ എത്തണം. എത്തും, നേരത്തെ എത്തും. ഇല്ലെങ്കിൽ ഞാൻ എത്തിക്കും. അല്ല, ആളെവിടെ? ബാലനും ശോഭയും അമ്പലത്തിൽ പോയതാ മോനെ. ഇപ്പം വരും. ഇപ്പം വരും. നിങ്ങളെന്താ പച്ചത്തുള്ളുണ്ടായിരുന്നുള്ളൂന്ന്? നിങ്ങൾ അമ്പലത്തിൽ നിന്ന് എന്ത് തോന്നിയ സാധനം കളിച്ചേ? ഞാൻ അമ്പലത്തിൽ നിന്ന് എന്താക്കിന്നാ ശോഭയെങ്കിൽ പറയുന്നത്?
എന്താ ചെയ്തതെന്നോ? ഞാനൊന്ന് അമ്പലം ചുറ്റി വരുമ്പോഴത്തെ നിങ്ങളത് അണ്ണാച്ചിപ്പെട്ടിന്റെ പേരിൽ എന്തൊക്കെ വഴിപാടാ നടത്തിയത്? അത് റോബ എന്നുള്ളത് ഷോജാന്നായി പോയതല്ലേ? എന്ത്? അല്ല, ശോഭ എന്നുള്ളത് റോജാന്നായി പോയതല്ലേ? റോജ പുഷ്പാഞ്ജലി, റോജ ഭാഗ്യസൂക്തം, റോജ ഗണപതി ഹോമം. ഓളെ പേരിൽ നിങ്ങൾ എന്തൊക്കെ പുഷ്പാഞ്ജലി കഴിച്ച്? എന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചോന്ന്? അത് ഞാൻ എന്റെ ഗൾഫിൽ പോയിട്ട് കഴിക്കൂ. നിങ്ങൾ ഗൾഫിലല്ല, എവിടെ പോയാലും നിങ്ങൾ ഗതി പിടിക്കൂല. ശോഭ അങ്ങനെ പറയരുത്, നിന്റെ കറുത്ത മുത്തല്ലേ. നിങ്ങളെ മരക്കയ്യം കൊണ്ട് എടുക്കി, ബാക്കി ഞാൻ വീട്ടിലെത്തിയിട്ട് തരാം. പണങ്ങല്ലടി ശോഭ. ആ ബാലനല്ലേ വരുന്നേ? കസവ് മുണ്ടും കൊടുത്ത് കുറിയും തൊട്ട് എന്തൊരു ഐശ്വര്യ കാണാൻ. ആലഞ്ചേരി തമ്പ്രാനെ പോലെ ഉണ്ട്. ആലഞ്ചേരി തമ്പരാൻ ആലത്തമ്പരാന്റെ ആയിരുന്നു. ഇന്റെ കസവും മുണ്ടു കൊടുത്തിട്ട് തെണ്ടി ബാല. ഇനി എന്താ ബിജു പെറുപിറുക്കുന്നേ? ആ ഒന്നുമില്ല, ഞാനേ അളിയനെ കാണാൻ നല്ല ഐശ്വര്യണ്ട്, സുന്ദരനാന്ന് പറയേനു. വറുത്തരച്ച് കറി വെച്ചിട്ട് എന്താ താളല്ലേ കറി? ദേച്ചി കേട്ടോ, വേരിന്ന് കൊണ്ട് ഇത് ബാല ഇന്റെ അളിയനാ. അല്ല മോളെ, രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ചല്ലേ? ഓ, ഇങ്ങനെ പോവാണെങ്കിൽ ഇവിടെ രക്തപ്പുഴയ്ക്ക് ഒഴുകും. രക്തപ്പുഴ അതെന്ത് വഴിപാടാ? ബാലേട്ടാ 11 മണിക്കാണ് ഫ്ലൈറ്റ്. കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡ് ആയിക്കോട്ടെ. അതിനെന്താ, ഇവിടുന്ന് കഷ്ടിച്ചൊരൊറ്റ മണിക്കൂറല്ലോ എയർപോർട്ടിലേക്ക്. ബാലൻ കൃത്യം 9 മണിക്ക് അവിടെ എത്തും. ഇല്ലെങ്കിൽ ഞാൻ എത്തിക്കും. അല്ല, നമുക്ക് അങ്ങോട്ട് പോണല്ലോ. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, എനിക്കൊരു സമരത്തിൽ പങ്കെടുക്കാനുണ്ട്. എന്ത് സമരം? ഒരു കുട്ടി കാറിൽ ചാടിയതിന് അതിന്റെ ഓണർ വന്നിട്ട് ആ കുട്ടിയുടെ നെഞ്ഞത്തൊരു ചവിട്ട്. ഇതാണ് പ്രശ്നം. ഒരു കുട്ടി കാറിന് ചാരി നെഞ്ഞത്ത് ചവിട്ടി? ഓനെന്താ ചോറല്ലേ തിന്നല്? ഓനൊക്കെ എന്റെ മുന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ കണ്ണ അടിച്ചാൻ പൊട്ടിക്കാനും. എനിക്ക് ഗൾഫ് പോകാണ്ടായിട്ടാ, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ പ്രകടനത്തിന് ഞാനും ഉണ്ടാകാനും. അളിയ, നിങ്ങളൊരു പൊടിക്കടങ്ങ്, ഇവക്ക് ഗൾഫ് പോണ്ടേ? എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോട്ടെ. അല്ല, ഭക്ഷണം കഴിച്ചിട്ട് പോ. അല്ല, ഭക്ഷണം പോകണ്ട. എന്ത് നല്ല മനുഷ്യൻ. എന്താണീ അത്? ഭരതനാട്യോ? എന്താന്നറിയില്ല, കൈ പെട്ടെന്ന് പോച്ചു പിടിച്ചു. ആ വിജളിയ, ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് നമ്മളെ കുടുംബത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. എന്താ പ്രാർത്ഥിച്ച്? ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ എന്ന്. എന്നാലേ എല്ലാരും കൈ കഴുകിയിരുന്നോളി, ചായ കുടിക്കാം. പോരി. ആ, എന്നാ ചായ കുടിച്ചാളാം. അല്ലടാ, ചായക്കും പോയി ചെറുത് രണ്ടെണ്ണം വിട്ടാലോ? മജീദ, അളിയനൊരു തുള്ളി കൊടുക്കല്ലേ മോനെ, പിന്നെ ഗൾഫ് പോലും ഉണ്ടാവില്ല. അളിയ, ഞാൻ ഇന്നത്തെ ദിവസം ഒരു തുള്ളി തൊടൂല. എന്റെ അച്ഛനാണ് സത്യം, ഞാനൊരു തുള്ളി തൊടൂല. നിങ്ങൾ അച്ഛനെ പറയിപ്പിക്കാണ്ട് നിന്നാ മതി. മോനെ ബാല, ഇത് വെണ്ടക്ക കുത്തി കലക്കിയതാ. മോന് വലിയ ഇഷ്ടല്ലേ? വിമാനത്ത് കേറിയാലേ മൂലയ്ക്ക് കുത്തിരുന്ന് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് അങ്ങ് തിന്നാളേണ്ടി, ആർക്കും കൊടുക്കണ്ട. മാതളേമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താളമ്മേ? ഇനി എത്ര നാള് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് വരിക? അന്ന് മാതളേമ്മ ജീവനോടെ ഉണ്ടാവുമെന്ന് പറയാനും പറ്റൂല. ഈ വരുമ്പോ മാതളേമ്മയ്ക്ക് 2 സ്പ്രേ കൊണ്ടുവരണം. തിരിച്ചു വന്നെങ്കിലല്ലേ? അളിയനെ ഓന് തിരിയൂല. ഊതും സ്പ്രേ. ഇതാരാടത്? വണ്ടിയിലല്ലേ തന്നെ സ്ഥലമല്ല കേട്ടോ. ആ അയ്യൂക്ക, വരി വരി ഇരിക്കി. അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞ്. വിളിച്ചിനോ? ദിവസം വിളിക്കുന്നില്ല, വിളിച്ചില്ല. ബ്ലോക്ക് ഉണ്ടായിരുന്നു? ബ്ലോക്കിന്റെ പ്രശ്നമൊന്നുമില്ലേ? എപ്പോഴാ ഇറങ്ങിയേ? ആര്? ബാലേട്ടൻ. ഇറങ്ങാണോ? അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ല? 7 മണിയായിട്ടല്ലോ ബോസ്. 11 മണിക്കല്ലേ ഫ്ലൈറ്റ്. 9 മണിക്ക് ബാലൻ അവിടെ എത്തും. ഇത് വാക്കാ. ടിക്കറ്റ് നോക്കട്ടെ. 11 AM, അതായത് രാവിലെ 11 മണിക്കാണ് ഫ്ലൈറ്റ്. എന്തെങ്കിലും മനസ്സിലായോ? രാത്രി 12 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെ AM, ഉച്ചക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ PM. അങ്ങനെ സംഭവത്തെ പറ്റി എന്നോട് പറഞ്ഞില്ലല്ലോ ബിജു. എന്നാ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്.
നിങ്ങളാ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ബോധം വേണ്ട. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഒരു വിസ ശരിയാക്കി എന്റെ പെങ്ങളെ രക്ഷപ്പെട്ടു വിചാരിച്ചിട്ട്. അതിനിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ ബിജു? ചുരുങ്ങിയതൊരു AM ഉം PM ഉം തിരിച്ചറിയാൻ പറ്റാത്ത നിങ്ങളെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. അത് അതിന്റെ ബാലൻ എന്ത് AM ഉം PM ഉം അല്ല ബാല? അതെന്നെ